ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ആക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പോയിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ മൂന്നാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഈവനിങ് ആയിരുന്നു. ഈവനിങ് ടൈമിൽ നമ്മൾ അങ്കമാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയ ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഗാലറി ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഉള്ളത് ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു വൈബുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ഞങ്ങൾ ഈ രാത്രിയാണ് ശരിക്കും എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു റിസോർട്ട് അത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ആ മോർണിംഗ് ടൈമിലാണ് നമുക്കതിൻ്റെ ഭംഗി മനസ്സിലായത്. നമുക്കത് നല്ലൊരു വ്യൂ ആണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഓണം ആ ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. ഓണം സീസണിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന്. അല്ല, ഇത് ഓണത്തിന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, കഴിഞ്ഞ ഓണത്തിന് കേട്ടോ, സെപ്റ്റംബറിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓണാശംസകളൊക്കെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണമെന്ന് ഓർത്തിട്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത്. ഇത് പഴയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏതാണ്ടൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു റിസോർട്ടിലെത്തിയപ്പോൾ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം ലിമിറ്റഡ് മെനു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ന്യൂഡിൽസാണ് കഴിച്ചത്. ഇതാണ് ഈ റിസോർട്ടിലെ റിസപ്ഷൻ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിസപ്ഷനും റെസ്റ്റോറൻറ്റ്, പൂള് അതൊക്കെയാണ് കാണുന്നത്. അതായത് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ റൂമിൻ്റെ സൈഡിലായിട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. ആ ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ അല്ല. ലൈറ്റൊക്കെ ഓഫ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒട്ടും വെളിച്ചമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ വ്യൂ എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ആ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നല്ല സൂപ്പർ വ്യൂ അല്ലേ, കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യൂ. എന്ത് രസമായിരുന്നെന്നറിയോ. ഞാൻ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ആ ഒരു സണ്ണിൻ്റെ ആ ഒരു റെഡ്നെസ്സൊക്കെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഒരു വാട്ടർ ഫോളും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ പേരെന്താണെന്ന്. മിസ്റ്റി ഗാർഡൻ വിൻഡ് റിസോർട്ട് എന്നായിരുന്നു, റിസോർട്ട് ആൻഡ് സ്പാ എന്നായിരുന്നു ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഇത് മാങ്കുളത്തുള്ളതാണ് കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് വരണം. നമ്മൾക്കൊരു മിസ്റ്റേക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റിസോർട്ട് എടുത്തത്. നമുക്ക് ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ കുറച്ച് ഉള്ളിലായിപ്പോയി. ബൈ മിസ്റ്റേക്കിൽ നമുക്ക് കിട്ടിയ ഒരു റിസോർട്ടാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ രാവിലെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഫാമിലീസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ. മൂന്നാർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ശരിക്കും ഞങ്ങൾ ഓൺ ദ വേ ആണ്, ഒരു വലിയ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഓൺ ദ വേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു ജസ്റ്റ് അന്നത്തെ ദിവസം ഒരു സ്റ്റേ എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിസോർട്ട് എടുത്തത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ടൗണിൽ എടുക്കുന്നതിന് പകരം കുറച്ച് ഉള്ളിലായിപ്പോയി. നമുക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയ അബദ്ധമാണ് കേട്ടോ. കുറച്ച് ഉള്ളിലായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു റിസോർട്ടിൻ്റെ വ്യൂ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നന്നായി എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കണ്ണൻദേവൻ്റെ ആ ഒരു എസ്റ്റേറ്റും ലക്ഷ്മി എസ്റ്റേറ്റും ഒക്കെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ഇതുപോലെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടാ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്കും ഒരു സാഹസിക യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു മനുഷ്യർ പോലും ഇതിനിടക്ക് ഇല്ലായിരുന്നു. നമ്മൾ ഒരുപാട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ നമ്മുടെ വണ്ടി മാത്രം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. വല്ല വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ ഒക്കെ നമ്മൾ ഒറ്റപ്പെട്ട് പോവില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ നമുക്കവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡുണ്ടല്ലോ, ആ ഒരു റോഡിലേക്കാണ് കേട്ടോ.
മനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു നമ്മളീ പോയ വഴി എന്ന് പറയുന്നത്. അതായത് മാപ്പ് നമുക്ക് കാണിച്ചു തന്ന വഴിയാണെങ്കിൽ പോലും എന്താ അടിപൊളി വഴിയായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു വഴിയൊക്കെ എത്തിയപ്പോൾ പേടിയായിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒറ്റപ്പെട്ട് പോകുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നാൽ പോലും ശരിക്കും ആ യാത്ര നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടെങ്കിൽ പോലും ആ യാത്ര ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ ഈ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ, മൂന്നാർ ഗ്യാപ്പ് റോഡ്. ഈ ഒരു റോഡ് അടിപൊളിയാണ്, നമുക്ക് വൺ ഡേ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോഡാണ് കേട്ടോ. ഞാൻ പലരും ഇത് വീഡിയോസും റീൽസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു റോഡ് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്, പിന്നെ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു റോഡെന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ ഈ ഒരു മൂന്നാർ ഗ്യാപ്പ് റോഡ് പറ്റുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടിപൊളി വ്യൂ ആണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ പറ്റിയൊരു അടിപൊളി കാഴ്ചകളാണ് ഈ ഒരു ഗ്യാപ്പ് റോഡിലുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടില്ല, കാരണം അത്ര നല്ല വീഡിയോസും അത്ര നല്ല പ്ലേസുകളായിരുന്നു നമ്മൾ എടുത്തത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നില്ല. നല്ലൊരു മെമ്മറി ആണല്ലോ, അപ്പോൾ അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇടുന്നത്. ഒട്ടും കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാനിത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. നല്ല അടി നടക്കുന്നുണ്ട് കേട്ടോ, നല്ല ഫൈറ്റാണ് നടക്കുന്നത്. മൂന്നാളും വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ആദ്യം നല്ല ഡീസൻ്റായിട്ടൊക്കെ ഇരിക്കും. ട്രിപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ക്ലാസ് കൊടുക്കുമല്ലോ, കുറച്ച് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കണം, നമ്മൾ ദേഷ്യം പിടിപ്പിക്കരുത്, അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് കൊടുത്തിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ഡീസൻ്റായിട്ടിരിക്കും. ഇവർക്ക് ബോറടിക്കാൻ തുടങ്ങൂല്ലേ, ആ ഒരു ടൈമായി കഴിയുമ്പോൾ ഇവർ നൈസായിട്ട് അപ്പുറത്തിരിക്കുന്ന ആളെ തോണ്ടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളെ ചവിട്ടാൻ തുടങ്ങും. ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും പിന്നെ അതൊന്ന് നിർത്തും, കുറേ നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഡീസൻ്റായിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കും, പിന്നെയും ബോറടിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞങ്ങളെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, എന്തൊരു മനോഹരമാണല്ലേ നമുക്ക് ഇത് കാണാൻ പറ്റുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു പ്രകൃതി രമണയൊക്കെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാ കണ്ടില്ലേ, ഒരു ഡാമിൻ്റെ റിസർവോയറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് അത്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡിലൂടെ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് റീൽ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗ്യാപ്പ് റോഡിൻ്റെ. എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ആ ഒരു റോഡിലൂടെ പോയപ്പോൾ കുറച്ച് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങൾ മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ മൂന്നാറല്ലേ പോകാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് റോഡ് ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട് നമുക്ക്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ.